ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിനെക്കുറിച്ച് പലപ്പോഴും ന്യൂസ് ഇന്ത്യ മലയാളം സംസാരിച്ചിട്ടുള്ളതാണ്. മനുഷ്യരാശിക്ക് നല്ലതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെക്നോളജികളൊക്കെ ഉണ്ടാകുന്നതെങ്കിലും ഇത്തരത്തിലുള്ള ടെക്നോളജികൾ പലപ്പോഴും മനുഷ്യരാശിക്ക് എല്ലാ കാലത്തെ ചരിത്രവും പരിശോധിച്ചാൽ മനുഷ്യൻ അത് ദുരുപയോഗം ചെയ്ത് മനുഷ്യന്റെ ശത്രുവാക്കി മാറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. AI പോലെ ഉള്ള ഒരു സംരംഭം ഇപ്പോൾ പുറത്തു വന്ന അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യത്തിൽ മനുഷ്യൻ അത് വലിയ വെല്ലുവിളിയായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നേരത്തെ AI കുട്ടികളെ പ്രസവിക്കുന്നു, AI തനിയെ അവരുടെ AIയുടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. അതായത് ഒരു കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണമെങ്കിൽ പോലും മനുഷ്യൻ അത് മാനുവലി ഓഫ് ചെയ്യുന്നതിന് പകരം AI അതിന് തോന്നുന്ന സമയത്ത് അത് ഓഫ് ചെയ്യുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഇത് അതിലും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. അതായത് AIയുടെ ദുരുപയോഗം ജൈവ ആയുധങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പോകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മുൻനിര AI കമ്പനികളിൽ ഒന്നായ ആന്ത്രോപിക് CEO ഡാരിയോ അമോഡി ഇന്നലെ AI ഏജന്റുമാർക്ക് ജൈവ ആയുധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന ആശങ്കാജനകമായിട്ടുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. ജൈവ ആയുധങ്ങൾ മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്കും പരിസ്ഥിതിക്കും അങ്ങേയറ്റം അപകടകരമാണെന്ന് തെളിയിക്കാനാകും. അവ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയാൽ ലോകത്തൊരു വലിയ ദുരന്തം സംഭവിക്കാം. ഒരു നിശ്ചിത പരിധിയേക്കാൾ കൂടുതൽ ഡാറ്റ AIക്ക് നൽകുന്നത് സുരക്ഷിതമല്ല. AI ഏജന്റുമാർ ഇപ്പോൾ മനുഷ്യരെക്കാൾ ബുദ്ധിമാന്മാരായി മാറുന്നതിനാൽ അവ സുരക്ഷിതമായി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യൻ തന്നെയാണ് AIക്ക് ഡാറ്റ നൽകുന്നത്. ഇത് AI ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ AI മനുഷ്യന് നേരെ തന്നെ ജൈവായുധം പ്രയോഗിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓപ്പൺ AI, ഗൂഗിൾ ഡീപ് മൈൻഡ്, മെറ്റ, XAI, ഡീപ് സീക്ക് തുടങ്ങിയ മുൻനിര AI കമ്പനികളിൽ ഒന്നിനെ ആന്ത്രോപിക് എന്ന് വിളിക്കുന്നു. ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. കൂടാതെ AIയുടെ സുരക്ഷിത മോഡലുകൾ സൃഷ്ടിക്കുന്നതിനായി വാദിക്കുകയും ചെയ്യുന്നു. ഈ കമ്പനിയുടെ സഹസ്ഥാപകനും CEOയുമായുള്ള ഡാരിയോ അമോഡിയാണ് ഈ ഞെട്ടിക്കുന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.